നമ്മൾ സാധാരണ ഒരു സിനിമ കാണുമ്പോൾ അടുത്ത സീൻ എന്താണ്, അല്ലെങ്കിൽ ക്ലൈമാക്സ് എന്താണ്, അല്ലെങ്കിൽ ഇതായിരിക്കും ട്വിസ്റ്റ് വരാൻ പോണേ എന്ന് കുറച്ചെങ്കിലും പേര് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ആളുകൾ ഇതായിരിക്കും, ഇത് പ്രഡിക്റ്റബിളാണ് എന്ന് വിചാരിക്കുന്ന കുറേ സിനിമകളില്ലേ. അതുപോലെ വിചാരിച്ചാണ് നമ്മൾ സൂക്ഷ്മദർശിനി കാണാൻ പോയത്. പക്ഷെ സത്യം പറയാലോ, അടുത്ത സീൻ എന്താണെന്നോ, എന്തിനാ ഇവരിങ്ങനെ ചെയ്യണമെന്നോ, ക്ലൈമാക്സ് എന്താണെന്നോ, എന്താണ് സംഭവിക്കണമെന്നോ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. അത്യാവശ്യം നല്ല അടിപൊളി രീതിയിലാണ് മൂവി അവരെടുത്തേക്കണത്. ബേസിൽ ഒന്നും പറയാനില്ല. ബേസിൽ എന്ന് പറയുന്ന ഒരു ഡയറക്ടറും ബേസിൽ എന്ന് പറയുന്ന ഒരു ആക്ടറും എന്താ പറയുക, അയ്യോ ബേസിൽ അടിപൊളിയായിട്ടുണ്ട്. കാര്യം നസ്രിയയുടെ വലിയൊരു കംബാക്കൊക്കെ ആണെങ്കിലും എനിക്ക് അത്ര വലിയ സംഭവമായിട്ട് എനിക്കങ്ങനെ തോന്നിയില്ല. ഇനി എന്നെ മാത്രം പ്രശ്നമാണോന്ന് എനിക്കറിയില്ല, ബാക്കിയുള്ളവർ കണ്ടു നോക്ക്. എന്തായാലും ബാക്കി കോസ്റ്റാസും ബേസിലും അതിലുള്ള എല്ലാവരും കിടുക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ നമ്മുടെ സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ നമ്മൾ അത്യാവശ്യം പിടിച്ചിരുത്തുന്ന രീതിയിൽ ചിന്തിക്കാനും അയ്യോ എന്താണ് അങ്ങനെ ചിന്തിക്കാനുള്ള രീതിയിൽ തന്നെയാണ് അവർ മൂവി എടുത്തേക്കുന്നത്. എന്തായാലും നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും പോയി കാണൂ. ടിക്കറ്റ് എടുത്തില്ലെങ്കിലും എന്തായാലും ടിക്കറ്റ് എടുത്ത് പോയി കാണൂ. മൂവിയെല്ലാം കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഉണ്ടാക്കിയത് ഗാർലിക് ബട്ടർ നൂഡിൽസാണ്. ഭയങ്കര സിമ്പിളാണ്. ചുമ്മാ മുട്ട പൊരിക്കുക, അതിലേക്ക് വേവിച്ച കുറച്ച് നൂഡിൽസ് ഇടുക, ഉപ്പിടുക, പെപ്പർ ഇടുക, കുറച്ച് ചീസ് ഇടുക, ലാസ്റ്റ് കുറച്ച് ഒറിഗാനോ ഇടുക, എല്ലാം കൂടി നന്നായി ഇളക്കുക. അതിൻ്റെ മുകളിലേക്ക് നല്ലോണം സോസ് ഒഴിക്കുക. പിന്നെ സാലഡ് ഓൾറെഡി ഉണ്ടാക്കിയതുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് സമാധാനമായിട്ട് വന്നിരുന്ന് കഴിക്കുക.